രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് വേദിയാവുകയാണ് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ മണ്ഡലം. പാർട്ടി വിട്ട് സുധാകരൻ UDF പിന്തുണയോടെ മത്സരരംഗത്ത് ഇറങ്ങിയതോടെ ഇടതുപക്ഷത്തിന് സീറ്റ് നിലനിർത്തുക എന്നത് അഭിമാന പോരാട്ടമായി മാറിക്കഴിഞ്ഞു. മണ്ഡലത്തിന്റെ ചരിത്രവും പൊതുചിത്രവും ഇങ്ങനെ. നൂറുകണക്കിന് വിപ്ലവകാരികളുടെ ചോര വീണ് ചുവന്ന പുന്നപ്ര സമരഭൂമിയുടെ സാന്നിധ്യമുണ്ടെങ്കിലും അമ്പലപ്പുഴക്കാരുടെ മനസ്സ് ഇടത്തോട്ട് മാത്രമല്ല, ഇടതുമാറി പലകുറി വലത്തേക്കും അത് സഞ്ചരിച്ചിട്ടുണ്ട്. 1965 ആദ്യ തിരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദനെ പരാജയപ്പെടുത്തി കോൺഗ്രസിലെ KS കൃഷ്ണക്കുറുപ്പിനെ നിയമസഭയിലേക്ക് അയച്ചാണ് മണ്ഡലത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രം തുടങ്ങുന്നത്. പക്ഷേ 2006 G സുധാകരനിലൂടെ ഇടത്തേക്ക് മാറിയ മണ്ഡലത്തെ തിരിച്ചുപിടിക്കാൻ തുടർന്നുള്ള 3 തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് 18 ഇടവും പയറ്റിയെങ്കിലും നടന്നില്ല. ആലപ്പുഴ നഗരസഭയുടെ 25 വാർഡുകളും പുന്നപ്ര വടക്ക്, പുന്നപ്ര തെക്ക്, അമ്പലപ്പുഴ വടക്ക്, അമ്പലപ്പുഴ തെക്ക്, പുറക്കാട് ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് അമ്പലപ്പുഴ മണ്ഡലം. പാർട്ടി വിട്ട് സുധാകരൻ മത്സര രംഗത്തേക്ക് ഇറങ്ങിയതോടെ ഇക്കുറി കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന മണ്ഡലങ്ങളിലൊന്നായി അമ്പലപ്പുഴയും മാറി. പാർട്ടിക്കൊപ്പമായിരുന്നപ്പോൾ ഒരിക്കൽ പരാജയപ്പെട്ട അമ്പലപ്പുഴയിൽ 2006 G സുധാകരൻ മടങ്ങിയെത്തിയത് വർദ്ധിത വീരത്തോടെയായിരുന്നു. DAC സ്ഥാനാർത്ഥിയായി മത്സരിച്ച D സുഗതനെ പരാജയപ്പെടുത്തിയാണ് ജൈത്രയാത്രയ്ക്ക് തുടക്കമിട്ടത്. VS പിണറായി മന്ത്രിസഭകളിൽ മന്ത്രിയായി അദ്ദേഹം മികച്ച പ്രവർത്തനം നടത്തുകയും ചെയ്തു. പാർട്ടിക്കൊപ്പമായിരുന്നപ്പോൾ G സുധാകരനൊപ്പം നിന്ന മണ്ഡലം ഇക്കുറി പാർട്ടി വിട്ട് മറുചേരിയിൽ നിൽക്കുമ്പോൾ സുധാകരനെ പിന്തുണയ്ക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. 2000 കോടി വികസന പദ്ധതികളുടെ ചിറകിലേറിയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി H സലാം 2ാം തവണയും ജനവിധി തേടുന്നത്. അതേസമയം നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാകും NDA മണ്ഡലത്തിൽ ജനവിധി തേടുക. ഇടതുപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ സുധാകരന് കഴിഞ്ഞാൽ അതൊരു പക്ഷേ NDAയ്ക്കും UDFനും ഗുണകരമായേക്കും. അനുഭവ സമ്പത്തിൻ്റെ പാഠവുമായി സുധാകരൻ ഇക്കുറി പോരിനിറങ്ങുമ്പോൾ അമ്പലപ്പുഴയിൽ പോരാട്ടം കനക്കുമെന്നുറപ്പ്. ആലപ്പുഴയിൽ നിന്നും ആർ ആദർശിനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്.